ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിരിക്കുന്ന ടി വി എസിൻ്റെ iQube എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ റിവ്യൂ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും യൂഷ്വലി നമ്മൾ റോട്ടിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തിരി കോസ്റ്റ് കൂടുതലാണെങ്കിൽ കൂടിയും നമ്മുടെ ടി വി എസിൻ്റെ iQube എന്ന് പറയുന്ന മോഡൽ വളരെ സക്സസ്ഫുള്ളായി റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ വൺ ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 കിലോമീറ്ററാണ് മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ 150 റേഞ്ച് തരുന്ന വണ്ടിയും അവൈലബിൾ ആണ്. അതിന് ഇത്തിരി കൂടി പൈസ കൂടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ മോഡൽ ഇറങ്ങിയിട്ട് അറൗണ്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ റേഞ്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് 60 കിലോമീറ്റർ 70 കിലോമീറ്റർ ആയിരുന്നു. ബട്ട് ഈ വരുന്ന വണ്ടി 100 കിലോമീറ്ററാണ് വരുന്നത്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കോസ്റ്റുകളിൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഫുള്ളി ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു വണ്ടിയാണ് ടി വി എസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു പെട്രോൾ വണ്ടിയാണെന്ന് നമ്മൾ പറയുള്ളൂ. ഒരു ഇലക്ട്രിക് വണ്ടിയുടെയും മഞ്ഞ ബോർഡ് കാണുമ്പോൾ, അല്ല മഞ്ഞല്ല ഗ്രീൻ കളർ ബോർഡ് കാണുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത് ഇലക്ട്രിക് വണ്ടിയാണ്. പക്ഷേ വളരെ സ്മൂത്താണ്. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗത്തിൽ ഇപ്പോൾ ഇതിൻ്റെ മോഡൽ ഇറങ്ങി തുടങ്ങിയിട്ട് 2 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതൊരു അത്രത്തോളം കംപ്ലൈൻറ്റ് ഈ കമ്പനി അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂട്ടർ iQube എന്ന് പറഞ്ഞ മോഡൽ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതിൻ്റെ ബേസിലാണ് നമ്മൾ വാങ്ങാനുള്ള കാരണം. ബാറ്ററിക്ക് നമുക്ക് 5 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി ലഭിക്കുന്നത്. അതൊരു വലിയൊരു നമ്മുടെ ഇലക്ട്രിക് വണ്ടി വാങ്ങുന്ന സമയത്ത് ഒരു ഡൗട്ടാണ്, ഈ 5 വർഷം കഴിഞ്ഞ് എന്താ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ 5 വർഷമായി ഇലക്ട്രിക് വണ്ടികളും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്കറിവ്. അങ്ങനെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇതിൻ്റെ റീസെയിൽ വാല്യൂക്കാണ് എൻ്റെ പേഴ്സണലി പ്രോബ്ലം ആയിട്ട് വരുന്നത്. നമുക്ക് ഈ വണ്ടിക്ക് വരുന്ന ഓൺ റോഡ് പ്രൈസ് 1,52,000 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ള കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് 5 വർഷം കഴിഞ്ഞ് ബാറ്ററി കംപ്ലൈൻറ്റ് വരാണ് വലിയൊരു എമൗണ്ട് വരുമായിരിക്കാം. ബട്ട് ഇന്നത്തെ നോക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ലിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമോ വേണമെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് മാറ്റം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മാസത്തിൽ നമുക്കൊരു 250 രൂപ വരെ വേരിയേഷനാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു പെട്രോൾ അടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. നല്ല രീതിയിൽ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുകൾക്ക് ഈ വണ്ടി യൂസ്ഫുൾ ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടമുള്ള ആൾക്കാർക്ക്. അല്ലാത്ത കേസിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം ലാഭം ഉണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈലുമായിട്ട് ഇത് ഡിസ്പ്ലേ കണക്ട് ചെയ്യാം. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷൻ, അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടി വി എസിൻ്റെ കണക്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പോകുന്ന റൂട്ടായിക്കോട്ടെ ഡെസ്റ്റിനേഷൻ ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഇതിലൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു വണ്ടി തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ള റിവേഴ്സോ വണ്ടി വേണമെങ്കിൽ ബാക്കൗട്ട് എടുക്കാൻ വരെയുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്നുണ്ടെങ്കിൽ റിവേഴ്സ് എടുക്കാനുള്ള ഓപ്ഷൻ വരെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എക്കോ മോഡുണ്ട്, പവർ മോഡുണ്ട്. എക്കോ മോഡ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 60 കിലോമീറ്റർ പെർ അവറിൽ കിട്ടുന്നതാണ്. പിന്നെ ഒരു പവർ മോഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് 70 കിലോമീറ്റർ പെർ അവറിൽ വരെ നമുക്ക് വണ്ടി ഓടിക്കാനേ സാധിക്കും. അപ്പോൾ നമ്മൾ സേഫ്റ്റി നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സേഫായിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാനേ സാധിക്കും. ഇൻഡിക്കേറ്റർ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇൻഡിക്കേറ്റർ ലൈറ്റ് നമുക്ക് പിന്നെ നമുക്കിങ്ങനെ അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഡിം ആൻഡ് ലൈറ്റ് ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ചാർജ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല എന്ന് തോന്നുന്നു. വണ്ടി ഫുൾ ചാർജ് ആവാനായിട്ട് നമുക്ക് 4 മണിക്കൂർ സമയമാണ് ഇത് 0 to 100% ആവാനായിട്ട്. ആ സമയം കൂടി നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ആലോചിക്കണം കേട്ടോ. പെട്രോൾ വണ്ടിമാതിരി പെട്രോൾ അടിച്ചിട്ട് അപ്പം തന്നെ പോകാനായിട്ട് സാധിക്കില്ല. ഫുൾ ചാർജ് 100 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 എങ്കിലും ആക്കിയതിന് ശേഷമാണ് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വഴിയിൽ പെടുമെന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാവില്ല. വാ, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ വീഡിയോസിൽ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടി വി എസിൻ്റെ iQube എന്ന് പറയുന്ന മോഡൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വല്ല ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാറ്ററി ആയിക്കോട്ടെ വണ്ടിയുടെ കൺട്രോൾ ആയിക്കോട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.